ഇതുപോലെ പഴുത്ത് കറുത്തു പോയ പഴം വീട്ടിലിരിപ്പുണ്ടോ? എന്നാൽ എടുത്തു കളയാൻ വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. അപ്പൊ ആ പഴുത്തു പോയ പഴമില്ലേ, അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു 3 ഏലക്കായും 1/2 കപ്പ് വീതം മൈദയും റവയും പാലും ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒട്ടും തരയില്ലാതെ നല്ലപോലെ അരച്ചെടുത്ത ബാറ്റർ നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് 1/4 കപ്പ് ചെറു കഷ്ണങ്ങളാക്കിയ ഡേറ്റ്സും ചേർത്ത് കൊടുത്ത് ബാറ്ററിലേക്ക് ഈ ഡേറ്റ്സ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ബദാമും മേളിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇഡലിൽ ചെമ്പിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തോ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഇഷ്ടാനുസരണം മുറിച്ച് കഴിച്ചാൽ മതി. അപ്പൊ ഇനി പഴുത്തു പോയ പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എടുത്തു കളയാൻ വരട്ടേന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നേ. അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.